ഡ്രൈവിംഗ് ലൈസൻസ് ഇനി ഡിജിറ്റലിൽ ലൈസൻസ് പ്രിന്റ് ചെയ്ത് വിതരണം ചെയ്യുന്നത് അവസാനിപ്പിക്കും. ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായാൽ അന്ന് തന്നെ ലൈസൻസ് കിട്ടും. ഓൺലൈനിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്ന രീതിയിലായിരിക്കും ലൈസൻസ്. രണ്ടാം ഘട്ടത്തിൽ RC പ്രിന്റിംഗ് നടത്തുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. ഉമേഷ് ബാലകൃഷ്ണന്റെ വിവരങ്ങളുമായി. ഉമേഷ്, വേറെ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ്. കാരണം കേരളത്തിലെ ഡ്രൈവിംഗ് ലൈസൻസ് മാത്രമാണ് അപരിഷ്കൃതമായ രീതിയിൽ ഉണ്ടായിരുന്നത് എന്ന വിമർശനങ്ങൾക്കിടെയാണ് കഴിഞ്ഞിടയ്ക്ക് PVC ലൈസൻസിലേക്ക് സംസ്ഥാനം മാറിയത്. അപ്പോഴേക്കും പല സംസ്ഥാനങ്ങളും ഡിജിറ്റലിലേക്ക് മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനാകുന്നുണ്ടായിരുന്നു. ചിപ്പ് ഉൾപ്പെടെ ഈ ലൈസൻസിൽ ഉണ്ട് പല സംസ്ഥാനങ്ങൾക്കും. അപ്പോൾ ഈ ഡിജിറ്റലിലേക്ക് പൂർണ്ണമായി മാറുക എന്ന് പറയുന്നത്, ഭാവിയിൽ RC കൂടി മാറുക എന്ന് പറയുന്നത്, സംസ്ഥാനത്ത് പുറത്തേക്ക് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് കേരളത്തിൻ്റെ ലൈസൻസിൻ്റെ വാല്യൂ സംബന്ധിച്ചും ഏറെ ആശ്വാസകരമാവുന്ന ഒരു വസ്തുതയായി മാറും, അല്ലേ? അക്കാര്യത്തിൽ, അതായത് സംസ്ഥാനത്ത് ഇപ്പോൾ പ്രിന്റ് ചെയ്ത് PVC കാർഡ് രീതിയിലാണ് ലൈസൻസ് നൽകുന്നത്. പക്ഷേ ലൈസൻസ് പ്രിന്റിംഗ് ചാർജ് കൃത്യമായി നൽകാത്തത് കൊണ്ട് ലൈസൻസ് കിട്ടാത്ത ഒരുപാട് ലൈസൻസ് കിട്ടാൻ, ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായാൽ തന്നെ ലൈസൻസ് കിട്ടാൻ ദീർഘനാൾ കാത്തിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഒരു വാഹനം രജിസ്റ്റർ ചെയ്താൽ RC ബുക്ക് പ്രിന്റ് ചെയ്ത് എത്തിക്കുന്നതിന് വീണ്ടും സമാനമായ ദീർഘ ദിവസങ്ങളിൽ കാത്തിരിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. എന്തായാലും അത് പരിഹരിക്കാൻ ഇപ്പോഴും മോട്ടോർ വാഹന വകുപ്പിന് കഴിഞ്ഞില്ല. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഒരു ബദൽ മാർഗം എന്ന നിലയിൽ പുതിയൊരു രീതിയിലേക്ക് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് കടക്കുന്നത്. അതിൽ ഏറ്റവും സുപ്രധാനമായ തീരുമാനം ഇത് തന്നെയാണ്. സാധാരണ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിന് ഒരാൾ പോയി ആ ഡ്രൈവിംഗ് ടെസ്റ്റ് അയാൾ പാസ്സായി കഴിഞ്ഞാൽ അന്ന് രാത്രിയോടുകൂടി തന്നെ അവർക്ക് അവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടും. ആ ലൈസൻസ് കിട്ടാവുന്ന രീതിയിലുള്ള ഓൺലൈൻ സംവിധാനം ഒരുക്കും. ഇപ്പോൾ എങ്ങനെയാണോ ആധാർ കാർഡ്, ഈ ആധാർ ലഭിക്കുന്നത്, അതായത് ഈ ഒരു ആധാർ കാർഡ് ലഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഈ ആധാർ വഴി നമുക്ക് ആധാർ കാർഡ് താൽക്കാലികമായി ഡൗൺലോഡ് ചെയ്തെടുക്കാം. അത് പ്രിന്റ് ചെയ്ത് വരുന്ന ആധാർ കാർഡ് വരാൻ ലേറ്റായാലും അന്നേ ദിവസം മുതൽ തന്നെ നമുക്ക് ഈ ആധാർ ഉപയോഗിക്കാനാകും. സമാനമായ മാതൃകയിൽ ലൈസൻസ് ലഭിച്ചു തുടങ്ങും. അന്നേ ദിവസം രാത്രി തന്നെ ലൈസൻസ് ലഭിച്ചു തുടങ്ങും. അതിനൊരു പാസ്വേഡ് അടക്കം നമ്മുടെ ID കാർഡ് അടക്കം വെച്ച് ലോഗിൻ ചെയ്ത് ഒരു പാസ്വേഡ് സംവിധാനം എല്ലാം ഏർപ്പെടുത്തിയിട്ടായിരിക്കും. ഓക്കെ, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഡിജിറ്റൽ രൂപത്തിലേക്ക് ലൈസൻസ് മാറുകയാണ്. ലൈസൻസ് കയ്യിൽ ലഭിക്കുന്നതിനുള്ള കാലതാമസം അവസാനിക്കുന്നു എന്നുള്ളത് പുതിയ ലൈസൻസ് ഉടമകളെ സംബന്ധിച്ച് ആശ്വാസകരമായ ഒരു കാര്യമാണ്.